സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഉച്ചഭാഷണയുടെ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ സ്നേഹിതർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന പ്രസംഗ വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ, വക്താക്കളാകുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നതിനാൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. പോരാ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ഇങ്ങനെ സ്തുതിച്ചാൽ പോരാ, അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഈ സ്ഥലത്ത് നടക്കുന്ന ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ ആര് നിന്നാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. ഇവിടെ നിൽക്കുന്നവർ വെറും മാധ്യമം, ഉപാധി മാത്രമാണ്. കർത്താവ് നമ്മോട് ഹൃദ്യമായി, ശക്തമായി, വ്യക്തിപരമായി സംസാരിപ്പാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അറിയുന്ന ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നാൽ അങ്ങ് അറിയാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ തലയിൽ നിന്ന് എത്ര മുടി നിലത്ത് വീണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്നാൽ അതിന്റെ എണ്ണം അങ്ങയ്ക്ക് തിട്ടമായിട്ട് അറിയാം. ഞങ്ങളുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതിന്റെ എണ്ണം അങ്ങയ്ക്ക് തിട്ടമായിട്ട് അറിയാം. പ്രിയ കർത്താവേ, ഞങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലവണ്ണം ഞങ്ങളെ അറിയുന്ന പ്രിയ കർത്താവേ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ, സംശയങ്ങൾക്ക് നിവാരണം വരുത്തണമേ. പ്രിയ കർത്താവേ, പ്രതിസന്ധി ജീവിതത്തിൽ കർത്താവെ വെല്ലുവിളികളൊക്കെ നേരിടുന്നവരോട് വന്നിട്ടുണ്ടല്ലോ. തിരുവചന കേൾവിയെങ്കിൽ അവയെല്ലാം മഞ്ഞുപോലെ ഉരുകുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കുമാറാകണമേ. വ്യക്തിപരമായി സംസാരിക്കണമേ കർത്താവേ. അങ്ങെ പ്രതിനിധിക്കും അടിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശബ്ദവാഹിയാക്കി അടിനെ തീർക്കണമേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവനോട് സംസാരിച്ചു, ഇടപെട്ടു എന്നുള്ള വലിയ തൃപ്തി അടിയങ്ങളെ ഭരിക്കുവാൻ കൃപ ചെയ്യണമേ കർത്താവേ. അതങ്ങനെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഏകാഗ്രത കെടുത്തുന്ന സമസ്ത ദുഷ്ടവ്യാപാരത്തെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഐകമത്യപ്പെട്ട് ശാസിച്ച് ദൂരീകരിക്കുകയാണ്. രാത്രി പുത്രന്റെ നാമത്തിൽ ജയമുള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. ദൂതൻ മറിയോട് പറഞ്ഞൊരു പ്രസ്താവനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. മറിയോട് ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. എന്റെ കേൾവിക്കാരിൽ ആരെങ്കിലും നിരീശ്വരവാദികളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നാം എല്ലാവരും ദൈവവിശ്വാസികളാണ്, ഈശ്വരവിശ്വാസികൾ. ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്നവനായി, സകലത്തിന്റെയും സൃഷ്ടികർത്താവായി ഒരുവനുണ്ട് എന്ന് നാം എല്ലാവരും അഹമഹിയ അംഗീകരിക്കുന്നവരാ. പിന്നെ നാം റാന്നി നിവാസികൾ, കേരള നിവാസികൾ, ലോകത്തിലെ മനുഷ്യർ തമ്മിൽ വ്യത്യസ്തരായത് എവിടെയാ? ആ ദൈവത്തിനിട്ട പേരുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായത്. നമ്മുടെ മസ്തിഷ്കത്തിൽ, തലച്ചോറിൽ, ചിന്താമണ്ഡലത്തിൽ ദൈവാസ്തിത്വ ബോധം അത് നമുക്കുണ്ട്. എന്നാൽ അങ്ങനെ മസ്തിഷ്കത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന ദൈവാസ്തിത്വ ബോധത്തിന്, ദൈവാസ്തിത്വത്തിന് നമ്മളിട്ട പേരുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായത്. എന്തേ, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചാൽ ആ ദൈവം അത് കേൾക്കുമോ? ആ ദൈവത്തെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കേണ്ടത്? മറിയയ്ക്ക് അവളുടെ മകന് പേരിടാം, ഇഷ്ടമുള്ള പേരിടാം. വിശേഷാൽ പുരുഷനെ കൂടാതെ അവൾ ഗർഭവതിയാകുക പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് തന്നെ മറിയയ്ക്ക് ഏത് പേരും വിളിക്കാൻ തന്റെ മകനെ. പക്ഷേ ദൂതൻ പറയുക, നോ, നീ ആ ഗർഭം ധരിക്കുന്നത്, നീ ആ പ്രസവിക്കുന്നത്, പക്ഷേ നിനക്ക് പേരിടുവാൻ അവകാശമില്ല. നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ദൈവത്തിന്റെ പേരെന്താ? മറുവശത്ത് ന്യായമായ മറ്റൊരു ചോദ്യം എന്റെ നേർക്കുണ്ട്, അതെനിക്കറിയാം. ഒരാൾക്ക് പല പേരായിക്കൂടെ? ഇതുപോലെ ഇതിനപ്പുറത്തൊരു വ്യക്തി, ഒരു ശക്തി, ആ ദൈവത്തിന് മനുഷ്യർ
വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പേരിട്ടാൽ എന്നാ കുഴപ്പം? ഒരാൾക്ക് പല പേരായിക്കൂടെ? ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ അറിയുന്ന ജെയിംസ് ജോർജ് എന്ന, എന്റെ വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് സജി എന്ന, എന്റെ വിദ്യാർത്ഥികൾ എന്നെ സാറേ എന്നാ വിളിക്കുന്നത്, എന്റെ മക്കൾ എന്നെ ഡാഡി എന്നാ വിളിക്കുന്നത്, എന്റെ വിശ്വാസികൾ എന്നെ പാസ്റ്റർ എന്നാ വിളിക്കുന്നത്, എന്റെ ജ്യേഷ്ഠൻ എന്നെ എടാന്നാ വിളിക്കുന്നത്, എന്റെ ഭാര്യ എന്നെ സഹിച്ചാന്നാ വിളിക്കുന്നത്. പേര് വലതല്ലയോ എന്നും പറഞ്ഞ എന്നെ ആള് ഒന്നല്ലേ? ഇതുപോലെ ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ശക്തിയുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്നവനായി. ആ ദൈവത്തിന് മനുഷ്യർ വ്യത്യസ്തങ്ങളായ പേരിട്ടാൽ അതിലെന്നാ തെറ്റ്? ഇതിലെന്നാ ദോഷം? ആളൊന്നല്ലേ? ഇത് ന്യായമായ ചോദ്യമാണ്. തിരിച്ചെനിക്കും അത് തന്നെയാ ചോദ്യം. ആളൊന്നാണോ? പ്രശ്നമില്ല കേട്ടോ. നമ്മളിങ്ങനെ പല പേരിൽ വിളിച്ചപ്പോൾ ആ ദൈവത്തെ വ്യത്യസ്തങ്ങളായ പേരിൽ അഭിസംബോധന ചെയ്യുമ്പോൾ ആളൊന്നാണെങ്കിൽ പ്രശ്നമില്ല. യേശുവേ, ഇമ്മാനുവേലേ, ദൈവപുത്ര, യഹോവേ, കർത്താവേ എന്നൊക്കെ വിളി, പ്രശ്നമില്ല കേട്ടോ, ആളൊന്നാ. എന്നാൽ ഇവിടെ പല പേരിൽ വിളിച്ചപ്പോൾ ആള് മാറിപ്പോയി. അതെങ്ങനെയാ മാറിയത്? സ്വഭാവം മാറിയതുകൊണ്ട്. ഇപ്പൊ ജെയിംസ് ജോർജിന്റെയും സജിയുടെയും ഡാഡിയുടെയും പാസ്റ്ററിന്റെയും സാറിന്റെയും എടായുടെയും ഒക്കെ സ്വഭാവം ഒന്നാ കേട്ടോ. പാസ്റ്ററുടെ സ്വഭാവവും സജിയുടെ സ്വഭാവവും വ്യത്യസ്തമല്ല. ആളൊന്നായതുകൊണ്ട് സ്വഭാവം ഒന്നാ. എന്നാൽ ഇവിടെ പല പേരിൽ വിളിച്ചപ്പോ വന്ന മറ്റൊരു പാകപ്പുഴ എന്താണെന്നറിയാമോ? ആളിന്റെ സ്വഭാവം മാറി. ഒരു ദൈവം പറയുന്നു, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അതേ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത്. അപ്പൊ പിന്നെ ഇവിടെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടപ്പോൾ സ്വഭാവത്തിനും വ്യത്യാസം വന്നില്ലേ? ഒരു ദൈവം പറയുന്നു, ബിംബാരാധികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല, വിഗ്രഹാരാധികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല, ബിംബാരാധികൾ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ പോകുമെന്ന്. അപ്പൊ പിന്നെ ഇവിടെ വിഗ്രഹസേവ, വിഗ്രഹാരാധന ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഏത് മതത്തിൽപ്പെട്ടവരായെങ്കിലും കൊള്ളാം. എന്തേ ഈ ദൈവവും ആ ദൈവവും ഒന്നാകാൻ ഒക്കുമോ? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഒരു ദൈവം പറഞ്ഞപ്പോൾ ഇവിടെ ചില ദൈവങ്ങൾക്ക് നിവേദ്യമായി വെക്കേണ്ടത് തന്നെ മദ്യമാണ്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നുവെന്നും ദുർഭാഷണം പാടില്ല എന്നും ഒരു ദൈവം പറയുമ്പോൾ ചില ദൈവങ്ങൾക്ക് ഒന്നാന്തര അസഭ്യം പറഞ്ഞു കേൾപ്പിച്ചെങ്കിലേ സുഖമാകത്തും. വ്യഭിചാരം ചെയ്യരുതെന്ന് സത്യവേദ പുസ്തകം പറയുമ്പോൾ ദുർനടപ്പിനെ അങ്ങേയറ്റം അപലപിക്കുമ്പോൾ ചില ദൈവങ്ങൾക്ക് കുരുന്തിലൊരു അഫ്രോഡൈറ്റ് ഉണ്ടായിരുന്നു. ആ ദേവതയ്ക്ക് ആരാധനയുടെ ഭാഗമായി ആരാധകർ ചെയ്തിരിക്കേണ്ടിയിരുന്നത് വ്യഭിചാരമായിരുന്നു, ദുർനടപ്പായിരുന്നു, വേശ്യാസംഗമമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അപ്പോൾ പല പേരിൽ അറിയപ്പെട്ടപ്പോൾ വിഷയം മറ്റൊന്നും കൂടെ സംഭവിച്ചു. എന്താ? സ്വഭാവവും കൂടെ മാറിപ്പോയി കേട്ടോ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, തോന്നുന്ന പേര് വിളിച്ചാൽ ഒക്കുകയില്ല. സാക്ഷാൽ ദൈവമായവനെ തന്നെ നീ ദൈവമാക്കണം. നിന്റെ മസ്തിഷ്കത്തിൽ ദൈവം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അവൻ ഇഷ്ടമുള്ള പേര് വിളിച്ചാൽ പോരാ, അവന് നീ യേശു എന്ന പേർ വിളിക്കണം. എന്തുകൊണ്ട്? യേശു ജനനം കൊണ്ട് വ്യത്യസ്തനാണ്. ഇഷ്ടം പോലെ അവതാര പുരുഷന്മാരെന്ന് പറയുന്നവർ വന്നിട്ടുണ്ട്, പുണ്യാത്മാക്കൾ എന്ന് പറയുന്നവർ വന്നിട്ടുണ്ട്, പ്രവാചകരെന്ന് അവകാശപ്പെടുന്നവർ വന്നിട്ടുണ്ട്. അവരൊക്കെ ആരാ? മനുഷ്യർ ദൈവങ്ങളാകാനുള്ള ശ്രമം നടത്തുന്നവരാ. എന്നാൽ എന്റെ യേശു ആരാ? അവൻ മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുന്നവരല്ല, അവൻ ദൈവം മനുഷ്യനായി അവതരിച്ചവൻ. ഉണ്ടോ? പറയൂ മറ്റൊരാൾ ഇങ്ങനെ. ലോകത്തിൽ ജനിച്ച സകലര് സ്ത്രീ പുരുഷ സമ്പർക്കത്താൽ ജനിച്ചെങ്കിൽ എന്റെ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ കന്യകയിലാ ജനിച്ചത്. അവൻ ജനനം കൊണ്ട് വ്യത്യസ്തനാണ്. പോരാ, യേശു ജീവിതം കൊണ്ട് വ്യത്യസ്തനാണ്. നിങ്ങളിൽ ആർക്കിന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമെന്ന് യേശു വെല്ലുവിളിച്ച് ചോദിച്ചു. ഉണ്ടോ ഇവിടെ അങ്ങനെ ഒരു അവതാര പുരുഷൻ? മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാൻ ഉദ്യമിച്ച പലരുണ്ട് കേട്ടോ. മനുഷ്യർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തു കൂട്ടുന്നവരുമുണ്ട്. പക്ഷേ ആർക്കും തന്റെ ഇടത്തോടെ ചോദിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്കൊരു ന്യൂനത എന്റെ നേർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ചോദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാര്യം എന്താ? ന്യൂനതകളുടെ കൂമ്പാരമാവർ. വ്യക്തിപരമായ ജീവിതം ഓരോരുത്തരുടെയും എടുത്താൽ അതിനകത്ത് ഇഷ്ടം പോലെ ന്യൂനതകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എന്റെ യേശു ഉണ്ടല്ലോ, ജനനം കൊണ്ട് മാത്രമല്ല വ്യത്യസ്തൻ, ജീവിതം കൊണ്ടും താൻ വ്യത്യസ്തനാ. അവൻ പവിത്രനാ, പരിപാവനനാ. സ്തോത്രം.
ശത്രുക്കൾ സാക്ഷ്യം പറയുക നിസ്സാര കാര്യമല്ല കേട്ടോ. യേശുവിനെ കുറിച്ച് സ്വർഗത്തിൽ നിന്ന് അശരീരി ഉണ്ടായി സമ്മതിച്ചു കൊടുക്കുക, ഇവരെന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവര് ചെവി കൊടുപ്പി. പക്ഷേ പിശാചുക്കളല്ലറണോ ഇവൻ ദൈവപുത്രനാണെന്ന്. സാക്ഷാൽ ദൈവത്തിന്റെ ശത്രുവായ ദുഷ്ട പിശാച് അത് ബാധിച്ചവര് പോലും പറയുക ഇവൻ ദൈവപുത്രനെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വെറുതെ നീ നിന്റെ ദൈവത്തെ യേശു ആക്കണ്ട. കാര്യമുണ്ട്, കാരണമുണ്ട് കേട്ടോ. യേശു അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ദൈവപുത്രൻ സ്വയം തെളിയിച്ചവര്. അപ്പോൾ തന്നെ അതിദാരുണമായി ഹിംസിക്കപ്പെടുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തവനും കൂടിയാ. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു? എങ്ങനെ മരിച്ചു? യേശു ക്രിസ്തുവിന്റെ മരണം സ്വാഭാവിക മരണമായിരുന്നില്ല, കൊലപാതകമായിരുന്നില്ല കേട്ടോ, രക്തസാക്ഷിത്വമായിരുന്നില്ല കേട്ടോ, ആത്മഹത്യമായിരുന്നില്ല. എന്റെ യേശുവിന്റെ മരണം പ്രായശ്ചിത്ത ബലിയാകുന്നു. നല്ല ഇടനാടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. താൻ പറഞ്ഞത് ജീവിതം കൊണ്ട് യേശു തെളിയിച്ചവരാ. സ്നേഹിതരെ, എന്റെ ദൈവത്തെ ഇഷ്ടമുള്ള പേര് വിളിച്ചാൽ പോരെ, ഏത് പേര് വിളിച്ചാലും ആ ദൈവമാകത്തില്ല. നീ അവരെ യേശു എന്ന് പേർ വിളിക്കണം. യേശു ജീവിതം കൊണ്ടും മരണം കൊണ്ടും മാത്രമല്ല വ്യത്യസ്തൻ, യേശു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും വ്യത്യസ്തനാ കേട്ടോ. എന്റെ യേശുവിനെ എന്തുകൊണ്ട് നീ ദൈവമായി അംഗീകരിക്കണം? എന്തുകൊണ്ട് നിന്റെ ദൈവത്തിന് നീ യേശു എന്ന് പേർ വിളിക്കണം? കാരണമുണ്ട് സ്നേഹിതരെ. എന്താ കാര്യം? ഇഷ്ടംപോലെ അവതാര പുരുഷന്മാരിവിടെ വന്നിട്ടുണ്ട്, പ്രവാചകരെന്ന് അവകാശപ്പെടുന്നവർ വന്നിട്ടുണ്ട്, മഹാത്മാക്കൾ എന്ന് പറയുന്നവരോട് വന്നിട്ടുണ്ട് കേട്ടോ. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ അഹോരാത്രം അധ്വാനിച്ചവരോട് വന്നിട്ടുണ്ട്. അവരെല്ലാം മരിച്ച് മൺമറഞ്ഞു, മണ്ണോട് ചേർത്തു. എന്നാൽ എന്റെ യേശു ഉണ്ടല്ലോ, മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ശക്തിയോട് ഉയർത്തെഴുന്നേറ്റു. ഉണ്ടോ ഇങ്ങനെ ഒരാൾ? പറയൂ സ്നേഹിതരെ. എന്തുകൊണ്ട് നിന്റെ ദൈവം യേശു ആകണം? എന്തുകൊണ്ട് നിന്റെ ദൈവത്തെ നീ യേശു എന്ന് പേർ വിളിക്കണം? യേശു മാത്രമേ ഉള്ളൂ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. പോരാ, യേശു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് എന്നാ വേണം? അന്നങ്ങ് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നു, ആകട്ടെ, അതിന് നമുക്ക് എന്നാ വേണം? ന്യായമായ ചോദ്യമാണ്. മറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. യേശു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാത്രമല്ല വ്യത്യസ്തൻ, സ്വർഗാരോഹണം കൊണ്ടും വ്യത്യസ്തനാണ്. തന്റെ ശിഷ്യന്മാർ കാണുകയെ അവൻ സ്വർഗാരോഹണം ചെയ്തു. ദൂതന്മാർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. യേശു താൻ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പറയൂ, ഇതുപോലെ വേറൊരാളുണ്ടോ സ്നേഹിതരെ? അവതാര പുരുഷന്മാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പ്രവാചകർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായി മനുഷ്യന്റെ സേവനത്തോടുള്ള ബന്ധത്തിൽ നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് കാഴ്ചവെച്ചവരിവിടെ ഉണ്ട്. പക്ഷേ ഇവർക്കാർക്കും തന്നെ മരിച്ചൊന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യാൻ കഴിഞ്ഞില്ല. പോരാ, എന്റെ യേശു മറ്റൊരു വിധത്തിലും വ്യത്യസ്തന, താൻ വീണ്ടും വരാമെന്നും പറഞ്ഞവന്. വെറുതെ നിന്റെ ദൈവത്തെ യേശു എന്ന് വിളിക്കണ്ട കേട്ടോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇവിടെ ഈശ്വര വിശ്വാസികളാണ് നമ്മളെല്ലാവരും, ദൈവാസികളാണ് നമ്മളെല്ലാവരും. ഇതിനപ്പുറത്തൊരു വ്യക്തിശക്തി നമ്മുടെ സൃഷ്ടികർത്താവായി ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരാ. പക്ഷേ അതുകൊണ്ടായില്ല നിന്റെ വെറും ദൈവവിശ്വാസം നിന്നെ രക്ഷിക്കയില്ല. ആ ദൈവം യേശുവാണെന്നുള്ള വിശ്വാസമേ നിന്നെ രക്ഷിക്കുകയുള്ളൂ. നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഘടകം നമ്മൾ പറയും വായു. എല്ലാവരും ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, എന്താ? ശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്താ ശ്വസിക്കുന്നത്? ഉത്തരം ജനറലായിട്ട് പറയാൻ നമുക്ക് വേണമെങ്കിൽ വായു ശ്വസിക്കുന്നുവല്ലോ. പക്ഷേ ഒരു കുഞ്ഞു പറയുക ഓക്സിജനാണ്. നേരല്ലേ മോനെ? ഏതാ ശരി? ഒരാൾ പറഞ്ഞു വായു എന്ന്, മറ്റൊരാൾ പറഞ്ഞു ഓക്സിജൻ എന്ന്. ഏതാ ശരി? ശരി ഏതാന്ന് അറിയണമെങ്കിൽ സംഘർഷം ഉള്ള ഒരു സന്ദർഭം ഉണ്ടാകണം. ഇവിടെ ഒരാൾ കിണർ കുഴിക്കാൻ തുടങ്ങി, താഴോട്ട് ചെന്നപ്പോഴത്തേക്കൊണ്ട് മയങ്ങി വീഴാൻ തുടങ്ങുന്നു. അടുത്ത ആൾ രക്ഷിക്കാൻ ചെല്ലുന്നു, പുള്ളി മയങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാ വിവരം പറഞ്ഞത് അവിടെ എന്തില്ല? വായു ഉണ്ട്, പക്ഷെ വായുവിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. പെട്ടെന്ന് ഓക്സിജൻ ടംബ്ലർ കൊണ്ടുവന്നു, മാസ്ക് പിടിപ്പിക്കുന്നു, 3 പേരും കയറി വരുന്നു. വിഷയം എന്താ? അവിടെ വായു ഉണ്ടായിരുന്നു, പക്ഷെ വായുവിൽ എന്തില്ലായിരുന്നു? ഓക്സിജൻ ഇല്ലായിരുന്നു. സമുദ്രന്റെ ഭാഗം തൂളിയിടുന്നവർ വായുവല്ല കൊണ്ടുപോകുന്നത്, ഓക്സിജനാ കൊണ്ടുപോകുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടാൽ അവർക്ക് അന്നേരം നൽകപ്പെടുന്നത് വായുവല്ല, ഓക്സിജനാണ്. പർവ്വതാരോഹണം നടത്തുന്നവർ കൊണ്ടുപോകുന്നത് വായുവല്ല, പിന്നെന്താ? ഓക്സിജനാണ്. ഗ്യാസ് എന്ന നിലയിൽ രോഗി ആശുപത്രിയിലായിരിക്കുമ്പോൾ രോഗിക്ക് കൊടുക്കുന്നത് വായുവല്ല, പിന്നെന്താ? ഓക്സിജൻ. ഇതുപോലെ ജീവനും മരണത്തിനുമിടയിലുള്ള ഞാനന്മേൽക്കളി നടക്കുമ്പോൾ, സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള
നാട്ടിലുള്ള ഞാണിന്മേൽ കളി നടക്കുമ്പോൾ സ്നേഹിത, നിന്നെ രക്ഷിക്കുന്ന ഘടകം നിന്റെ ദൈവവിശ്വാസമല്ല, ആ ദൈവം യേശുവാണെന്നുള്ള വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, സത്യവേദ പുസ്തകം ആസ്പദമാക്കി പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമൊഴികെ വേറെ ഒരു നാമവുമില്ല. ഇന്ന് രാത്രി നിന്റെ ദൈവത്തിന് നീ യേശു എന്ന് പേർ വിളിക്കുക. ഇപ്പൊ ചിലർ പറയും, നിങ്ങളുടെ ദൈവം യേശു ആയിരിക്കുക, അതിന് ഞങ്ങൾ എന്നാ വേണം? അവരവർക്ക് അവരവരുടെ ദൈവമുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ടല്ലോ. ഞങ്ങൾ യേശുവെ നിന്നെ അവരെ വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ. യേശു എന്നൊരു നാമമേ ഉച്ചരിച്ചില്ല, ഞങ്ങൾ മറ്റൊരു ദൈവത്തിന്റെ പേരാണ് വിളിക്കുന്നത്, വിളിച്ചിട്ട് ഞങ്ങളുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെന്നാ? അനുഭവത്തെ ആർക്കും ചോദ്യം ചെയ്യാനൊക്കെയല്ല കേട്ടോ. യേശു എന്ന നാമം വിളിക്കാതെ തന്നെ ദൈവമെന്ന് കരുതി ഇതര നാമം വിളിച്ചിട്ട് കാര്യം സാധിച്ചു. എന്തു പറയും ഉത്തരം? സ്നേഹിതരെ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ കാര്യം സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരും കരുതരുത് അതെല്ലാം ദൈവം തരുവാണ് കേട്ടോ. ദൈവത്തെ ദൈവമാക്കുന്ന ഘടകം എന്താ? നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണോ? രണ്ട് കട നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുക. ഒന്ന് സ്വർണ്ണക്കട, മറ്റൊന്ന് സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന കട. രണ്ട് സ്വർണ്ണമാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ ആവശ്യത്തിന്റെ നെല്ലിപ്പലക താൻ കണ്ടിരിക്കുക, ബുദ്ധിമുട്ടിന്റെ ഞെരുക്കത്തിന്റെ നെല്ലിപ്പലക കണ്ടിരിക്കുക. നാട്ടിലുള്ള പിതാവ് അതിധനാഠ്യന, പക്ഷേ കൈയൊഴിഞ്ഞു. ജ്യേഷ്ഠ സഹോദരൻ ഭയങ്കര ബിസിനസ്സുകാരുടെ, ഇഷ്ടം പോലെ പണമുണ്ട്, പുള്ളി കൊടുക്കുകയില്ല. അളിയൻ പേർഷ്യയിലുണ്ട്, പുള്ളി തിരിഞ്ഞു നോക്കുകയില്ല കേട്ടോ. ആകെ ബുദ്ധിമുട്ടിലായിരിക്കുക ഇദ്ദേഹം. നിസ്സഹായനായ താൻ ഭാര്യയോട് പറഞ്ഞു, ദണ്ടേ എനിക്കിനി ഒരു ചൂട് വെക്കാൻ ഒക്കുകയില്ല, ഇന്ത്യ സ്വർണ്ണം ഒന്ന് തരണം, ഞാൻ കൊണ്ടുപോയി പണയം വെക്കട്ടെ. പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ അച്ഛാ, എന്റെ സങ്കടം എന്റെ സങ്കടമാ, ദണ്ടേ എന്തോ വേണേലും ചെയ്തോ, കൊണ്ടുപോകുന്നു. അദ്ദേഹം ഈ സ്വർണം കൊണ്ട് ചെന്ന് പണയക്കടക്കാരൻ്റെ അടുക്ക ചെന്നിട്ട് ഇതവിടെ ഏൽപ്പിച്ചു കേട്ടോ. പണയക്കടക്കാരൻ 500ന്റെ 1000 നോട്ട് എടുത്തു കൊടുത്തു. സ്വന്തം കൊടുത്തിട്ട് ഈ 500ന്റെ നോട്ടും വാങ്ങിച്ച് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇരിക്കാൻ തുടങ്ങിയില്ല. അതിനു മുമ്പേ ഭാര്യ പറഞ്ഞു, അച്ഛാ പത്രം കണ്ടോ? എന്തോ പത്രത്തിൽ? നമ്മുടെ ആരെങ്കിലും മരിച്ചോ? അല്ല അച്ഛൻ പത്രം നോക്ക്. എന്തുവാ വിഷയം പറ. അല്ല അച്ഛൻ വായിക്ക, എന്തുവാന്ന് നോക്കി പത്രത്തിൽ. എന്തുവാ വിഷയം? 500ന്റെ സകല നോട്ടും റിസർവ് ബാങ്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചിലർ ഓർക്കും ഇതൊന്നും നടക്കാനൊക്കാത്ത കാര്യം, ചുമ്മാ പറയുകയാണ്. സദ്ദാം ഹുസൈൻ കുവൈറ്റിലോട്ട് കാലെടുത്ത് വെച്ച ഉടനെ കുവൈറ്റ് ദിനാർ പേപ്പർ വിലയില്ലാതായത് നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യൻ രൂപ 60 രൂപ വിലയുണ്ടായിരുന്ന ആ കുവൈറ്റ് ദിനാർ അന്ന് പിള്ളേർ കളിവെള്ളം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു, റോക്കറ്റ് ഉണ്ടാക്കി പറപ്പിക്കാൻ ഉപയോഗിച്ചു. ഏത് നിമിഷവും ഉണ്ടാകാവുന്ന കാര്യമായത് കേട്ടോ. നോട്ട് വിലയില്ലാതായി തീരാം. ഇദ്ദേഹം പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പണയക്കടക്കാരൻ്റെ അടുക്ക ചെന്നു. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ഇതങ്ങ് വെച്ചിട്ട് വേറെ വല്ല നോട്ട് താ, അല്ലേ ആ സ്വർണ്ണം ഇഞ്ഞതാ. പണയക്കടക്കാരൻ എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? ദണ്ടേ ഞാനത് തന്നപ്പോ അതിന് വിലയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താങ്കൾ അതും കൊണ്ട് ഓടിയത്. ഇനിയിപ്പം സ്വർണം വേണമെങ്കിൽ വിലയുള്ള വല്ല നോട്ടും കൊണ്ടുത്താ. ശ്രദ്ധിക്കണേ, പണയക്കടക്കാരൻ സഹായിച്ചു. അളിയൻ സഹായിക്കാതിരുന്നപ്പോ, അപ്പൻ സഹായിക്കാതിരുന്നപ്പോ, ചേട്ടൻ സഹായിക്കാതിരുന്നപ്പോ സഹായിച്ചു. എന്തോ കൊടുത്താ സഹായിച്ചത്? ഏത് സമയവും വിലയില്ലാതായി തീരാവുന്ന, മൂല്യമില്ലാതായി തീരാവുന്ന കടലാസ് കൊടുത്താ സഹായിച്ചത് കേട്ടോ. പിശാച് നിന്നെ സഹായിക്കും. പ്രമോഷൻ വേണോ? സഹായിക്കും കേട്ടോ. നിന്റെ അയൽവാസിക്ക് ദ്രോഹം ചെയ്യണോ? പിശാച് നിന്നെ തുണയ്ക്കും കേട്ടോ. സ്നേഹിത, ഒരു രോഗശാന്തിയൊക്കെ പിശാചിനും തരാൻ പറ്റുമെന്ന് വഞ്ചിക്കപ്പെടരുത്. നിന്റെ കുറെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെല്ലാം ദൈവം തരുന്നെന്ന് കരുതരുത്. ദൈവം കഴിയാൽ അടുത്ത വലിയ ശക്തി പിശാച്. ഈ പിശാചിന്റെ ഏക ലക്ഷ്യം ആരും ദൈവത്തെ തിരിച്ചറിയരുത്, ദൈവത്തിന്റെ വഴികളിൽ നടക്കരുത്. അതിന് നിനക്ക് എന്തോ വേണേലോ അവൻ ചെയ്തു തരും. പക്ഷെ എന്തോ തന്നാ സഹായിക്കുന്നതെന്നറിയാമോ? മരണത്തിനിപ്പുറം മാത്രം വിലയുള്ള താൽക്കാലിക ഭൗതിക ലൗകിക കാര്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന കാര്യം തന്നെ ഇവന് നിന്നെ സഹായിക്കാൻ ഒക്കുകയുള്ളൂ. എന്നാൽ എന്റെ യേശു ഉണ്ടല്ലോ, അവൻ നമ്മെ സഹായിക്കുമ്പോൾ നിത്യജീവൻ തന്നാ സഹായിക്കുന്നു, ആത്മരക്ഷണം തന്നാ സഹായിക്കുന്നത്, പുത്രത്വം തന്നാ സഹായിക്കുന്നത്, സ്വർഗരാജ്യ പ്രവേശനം തന്നാ സഹായിക്കുന്നത്, പാപമോചനം തന്നാ സഹായിക്കുന്നത്, വിലയുള്ള ഈടുള്ള കഥയുള്ളത് തന്നാ യേശു സഹായിക്കുന്നത്. അരിഹത്തിലും പരത്തിലും നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ തന്നാ സഹായിക്കുന്നത് കേട്ടോ. ഇത് കാര്യം സാധിച്ചു എന്നുള്ളത് കൊണ്ട് കരുതരുത്, അതെല്ലാം ദൈവം തന്നതാണ് കേട്ടോ. സ്നേഹിത, ആരാണ് നിന്റെ ദൈവം? രാത്രി നിന്റെ ദൈവത്തിന്റെ യേശു എന്ന് പേർ വിളിക്കണം. സാക്ഷാൽ വീരപ്പനും ഉണ്ടായിരുന്നു ദൈവം കേട്ടോ. പുള്ളി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെയും പറഞ്ഞിരുന്ന തന്നെ സൂക്ഷിക്കുന്നത് തന്റെ കുലദൈവമാണെന്ന്.
കാട്ടുകള്ളൻ വീരപ്പനും ദൈവമുണ്ടായിരുന്നു കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവമെന്ന് കരുതി വെക്കുന്ന ശക്തിയൊന്നും ദൈവമാകണമെന്നില്ല. തിരിച്ചറിയണം ദൈവമാരെന്ന്. സാക്ഷാൽ ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഞ്ഞും മഴയും വർഷിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ അവൻ നീതിമാനാ, വിശുദ്ധനാ കേട്ടോ. അവൻ സ്നേഹസമ്പന്നനാ, കരുണാമയനാ, അവൻ സത്യവാനാ കേട്ടോ. യേശുവിന്റെ പ്രത്യേകത, അവൻ നിന്നെ സഹായിക്കും. പക്ഷേ സഹായിക്കുമ്പോൾ അനീതി ലെവലേശമില്ലാതെ സഹായിക്കുന്നത്, അശുദ്ധി തീണ്ടാതാണ് അവൻ നിന്നെ സഹായിക്കുന്നത്. സമൂഹത്തെ, സമുദായത്തെ കൊള്ള ചെയ്ത് ലാഭമുണ്ടാക്കി അതിന്റെ വീതം പറ്റി നിന്നെ സഹായിക്കുന്ന ദൈവം ദൈവമോ? അസഭ്യവും പുലഭ്യവും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ദൈവം ദൈവമോ? സദാചാര വിരുദ്ധമായ ജീവിതം നയിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ദുഷ്ട വ്യാപാരം ദൈവമോ? വെറുതെയല്ല കോടിക്കണക്കിന് ആളുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കുമിഞ്ഞു കൂടുന്നത്, അവരുടെയൊക്കെ കാര്യം സാധിച്ചിട്ട. പക്ഷെ നീ തിരിച്ചറിയണം, നീ ആശ്രയിക്കുന്ന ശക്തി സാക്ഷാൽ ദൈവമോ എന്ന്. ദൈവത്തിന് നീ യേശു എന്ന് പേർ വിളിക്കണം. എന്റെ യേശു മാത്രമേ ഉള്ളൂ ദൈവം മനുഷ്യനായി അവതരിച്ചത്. യേശു മാത്രമേ ഉള്ളൂ പാപരഹിതനായി ജീവിച്ചത്. യേശു മാത്രമേ ഉള്ളൂ പാപരഹിതനായി ജനിച്ചത്. യേശു മാത്രമേ ഉള്ളൂ പാപത്തിന് പ്രായശ്ചിത്തമായി മരിച്ചത്. യേശു മാത്രമേ ഉള്ളൂ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റത്. യേശു മാത്രമേ ഉള്ളൂ സ്വർഗാരോഹണം ചെയ്തത്. യേശു മാത്രമേ ഉള്ളൂ വീണ്ടും വരാമെന്ന് പറഞ്ഞത്. യേശു മാത്രമേ ഉള്ളൂ വരുന്നതിന്റെ ലക്ഷണം പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല. രാത്രി നിന്റെ ദൈവത്തിന് നീ യേശു എന്ന് പേർ വിളിക്കും. പോരാ, യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെ വഴി. വഴി വഴി എന്താ ഇതിന്റെ അർത്ഥം? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പോകാൻ, മോക്ഷത്തിലെത്താൻ മാർഗം പലതുണ്ട്. ഇതുവഴി എന്നാലും അവിടെ ചെല്ലുമെന്ന്. എന്ന് പറഞ്ഞാൽ നാന്നി പോകുന്ന പോലാന്ന വിചാരം സ്വർഗത്തിൽ പോകുന്നു. ഇട്ടിപ്പാറ പോകാൻ പല വഴികളുണ്ട് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിൽ പോകാൻ എന്ന് പറയുന്നത് എന്നാ ചിലരുടെ ചിന്ത. സ്നേഹിതരെ, ഇട്ടിപ്പാറയല്ല സ്വർഗം കേട്ടോ. എന്തുകൊണ്ട് യേശു മാത്രം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയായി, മോക്ഷത്തിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള വഴിയായി. അവിടെ നിന്ന് വന്നത് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദിവസം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നത്. ഇവിടെ വഴി പറഞ്ഞു കൊടുക്കുവാൻ ഇഷ്ടം പോലെ ആളുകൾ എത്തിക്കുന്നവരായിട്ടുണ്ട്. വഴി പറഞ്ഞു കൊടുക്കുവാൻ അഹോരാത്രം അധ്വാനിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവർക്കാർക്കും വഴിയാകാൻ ഒക്കുകയില്ല. അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിലെ ആ പ്രേരണ, ഉള്ളിന്റെ ഉള്ളിലെ ആ താല്പര്യം, മനുഷ്യവർഗത്തോടുള്ള ആ അനുകമ്പ, അതിനെ നാം വിലമതിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അതുകൊണ്ട് അത് വഴിയാകുന്നില്ല കേട്ടോ. സപ്പോസ് ഓർത്ത് നോക്കിക്കേ, അത്യാസന്റെ നിലയിൽ ഒരു രോഗി, ആ രോഗിയെ കൊണ്ട് ഒരു ആംബുലൻസ് ഇങ്ങനെ പോകുക. ലൈറ്റ് ഇട്ടിട്ടുണ്ട്, സൈറൻ മുഴക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവറിന് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി അറിഞ്ഞുകൂടാ. ഓരോ കവലയിൽ ചെന്നിട്ട് ഡ്രൈവർ ആഞ്ഞു ചവിട്ടുകയാണ്. എന്നിട്ട് ചോദ്യം, മെഡിക്കൽ കോളേജിനുള്ള വഴി ഏതാ? ശ്രദ്ധിക്കണം, സ്ത്രീയും പുരുഷനും ഒരുപോലെ, പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒരുപോലെ കേട്ടോ. അവിടെ നിൽക്കുന്ന സകലരും ഒരുപോലെ എന്ത് ചെയ്യുക? വട്ടം കൂടി നിന്ന് വഴി പറഞ്ഞു കൊടുക്കുക. കാര്യം എന്താ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ രോഗിക്ക് എത്രയും വേഗം ചികിത്സ കിട്ടണവർ, അദ്ദേഹത്തിന് എത്രയും വേഗം മരുന്ന് കിട്ടണമെന്ന്, ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ആരുമല്ല ഈ രോഗി, എന്നിട്ടും അതിവേഗം അവിടെ ചെല്ലത്തക്കവണ്ണമുള്ള വഴി പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ, മോക്ഷത്തിലേക്ക് എത്തുവാൻ, നിത്യജീവനിലേക്ക് എത്തുവാൻ വഴി പറഞ്ഞു കൊടുക്കുവാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരുടെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം, അനുകമ്പ, ആർദ്രത, ആ കടപ്പാട്, അതൊക്കെ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷേ മറുവശം ഞാൻ പറയട്ടെ, ഈ വഴി പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് വഴിയാകുന്നില്ല കേട്ടോ. സാക്ഷാൽ വഴി എന്താണെന്നറിയാമോ? ഈ രോഗിക്ക് ചികിത്സ എന്തോ അതാ വഴി, ഈ രോഗിക്ക് വൈദ്യൻ എന്തോ അതാ വഴി കേട്ടോ. ഈ രോഗിക്ക് ശസ്ത്രക്രിയയാണ് രക്ഷപ്പെടാൻ മാർഗമെങ്കിൽ അതാ വഴി കേട്ടോ. എന്റെ യേശു ആരാതറിയാമോ? വഴി പറഞ്ഞു കൊടുക്കുന്നവനല്ല, അവൻ താൻ തന്നെ വഴിയാ. രോഗിക്ക് ചികിത്സ എങ്ങനെയോ അങ്ങനെയാ യേശു, രോഗിക്ക് മരുന്ന് എങ്ങനെയോ അങ്ങനെയാ യേശു, രോഗിക്ക് വൈദ്യൻ എങ്ങനെയോ അങ്ങനെയാ യേശു. യേശു പറഞ്ഞത് ഞാൻ വഴികളിൽ ഒന്നാന്നല്ല, വഴി പറഞ്ഞു തരുന്നവനെന്നല്ല. എന്റെ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയെന്ന്. സ്നേഹിത, നിനക്ക് നിത്യജീവൻ വേണോ? പാപമോചനം വേണോ? സ്വർഗരാജ്യ പ്രവേശനം വേണോ? കേട്ടോ, തപ്പിത്തടയേണ്ട വഴി കേട്ടുകൊണ്ട്, ആ പറഞ്ഞു തരുന്ന വഴി കേട്ട് കണ്ട് നടന്ന് നീങ്ങേണ്ട കാര്യമില്ല. ഈ യേശുവിൽ ആശ്രയിക്കാൻ നിമിഷം നിനക്ക് പരിഹാരം. സ്തോത്രം. ആവേശത്തോടെ വഴി പറഞ്ഞു കൊടുക്കുവാൻ ഓരോരുത്തർ വട്ടം കൂടുക. അദ്ദേഹം ഓർത്ത് നോക്കിയ സാക്ഷാൽ മെഡിക്കൽ കോളേജിൽ ഇവർ ചെന്ന് കാണേണ്ട ഡോക്ടർ തന്നെ അങ്ങോട്ട് കയറി ചെല്ലുക, ബാഗ് തുറന്ന് മെഡിസിൻ കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, ട്രീറ്റ്മെന്റ് തുടങ്ങുക. എന്തോ ഒരു സന്തോഷമായിരിക്കും.
ഡ്രൈവർ വെപ്രാളപ്പെടട്ടെ, രോഗി വെപ്രാളപ്പെടട്ടെ കേട്ടോ. സാക്ഷാൽ വൈദ്യൻ അവരാരെയെ കാണേണ്ടത് അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ഥിതി? ഇതാ യേശു കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ അവതാര പുരുഷന്മാരെന്ന് പറയുന്നവർ, പുണ്യാത്മാക്കൾ എന്ന് പറയുന്നവർ കേട്ടോ, മനുഷ്യനെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് മാറി നിൽക്കുമ്പോൾ അവരുടെ സിമ്പതി നല്ല കാര്യം തന്നെ, അവരുടെ അനുകമ്പ നല്ല കാര്യം തന്നെ, അവരുടെ ശ്രമം നമ്മൾ അംഗീകരിക്കണം, അനുമോദിക്കണം. പക്ഷേ അവർക്കാർക്കും ആരാകാൻ ഒക്കത്തില്ല, ഒരു പാപിക്ക് പാപപരിഹാരകനാകാൻ ഒക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷാൽ വഴിയായവനെ ആശ്രയിക്കുവാൻ കഴിഞ്ഞവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു ആരാ? വഴിയാ. നിത്യജീവനിലേക്കുള്ള മാർഗം യേശു താൻ തന്നെയാ. പാപമോചനത്തിനുള്ള മാർഗം യേശു താൻ തന്നെയാ. സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള മാർഗം യേശുവാ. യേശു പറഞ്ഞു ഞാൻ തന്റെ വഴി പോരാ. യേശു പറഞ്ഞു ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ? യേശു സത്യമെന്ന് പറയുമ്പോൾ ഏത് വിധത്തിലുള്ള സത്യമാ? ഇവിടെ സത്യത്തോട് സാമ്യമുള്ള പലതുകൊണ്ട് കേട്ടോ, സത്യത്തോട് ഏകദേശ രൂപമുള്ള, സത്യത്തോട് ഏറെക്കുറെ ഏറ്റവും അടുപ്പമുള്ള പലതുകൊണ്ട്. പക്ഷെ സത്യമെന്ന് പറയുവാൻ യേശുവേ ഉള്ളു കേട്ടോ. നമുക്കറിയാം 3 2 5. ഒരാൾ പറയാ 3 2 4.999999 ആന്നോ? ഏറെക്കുറെ വളരെ അടുപ്പമുണ്ട്. പക്ഷെ എന്തല്ല, 3 2 5 എന്ന് പറയുന്ന പരമാർത്ഥം പോലെ അതൊരു പരമാർത്ഥമല്ല. ഒരാൾ പറയാ 3 2 5.111111 ആന്നോ? ഒരാൾ പറയാ തമിഴിൽ പറയുമ്പോ 3 2 7 ആന്നോ? ഒരാൾ പറയാ ഇംഗ്ലീഷിൽ പറഞ്ഞാ 3 2 10 ആന്നോ? ആകുമോ? അല്ല, ആദാമിന്റെ കാലത്തായിരുന്നു 3 2 9 ആന്നോ? അല്ല, 2000 കൊല്ലം കൂടെ കഴിയുമ്പോ 3 2 7 ആന്നോ? അല്ല സ്നേഹിതരെ, ഏത് കാലത്തും ഏത് ഭാഷയിലും ഏത് മനുഷ്യരും എപ്പോ പറഞ്ഞാലും 3 2 5 കേട്ടോ. അത് മാറ്റാൻ ഒക്കുകയില്ല. അതൊരു പ്രിൻസിപ്പിളാ, ഒരു തത്വമാ, സത്യമാ, പരമാർത്ഥമാ. ഇതുപോലെ ജീവനുള്ള ഏകസത്യ ദൈവം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം 1000 ഇല്ല, ഉത്തരം 100 ഇല്ല, ഉത്തരം 5 ഇല്ല, ഉത്തരം ഒന്നേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. സത്യത്തോട് സാമ്യമുള്ള പലതും കണ്ടേക്കാം, സത്യത്തോട് ഏറെക്കുറെ അടുപ്പമുള്ള പലതും കണ്ടേക്കാം. പക്ഷെ അതൊന്നും സത്യമാകുകയില്ല. സാക്ഷാൽ സത്യം, പരമാർത്ഥം അത് ശ്രീ യേശു ക്രിസ്തു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വഞ്ചിക്കപ്പെടരുത് കേട്ടോ. കടന്നിടത്തെല്ലാം ചെന്ന് മുട്ടുകുത്തരുത് കേട്ടോ. സ്തോത്രം. നിന്നെ സഹായിക്കാൻ കഴിയുന്നവൻ, നിന്നെ രക്ഷിക്കാൻ വന്നവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. ഉത്തരം ഒന്ന് മാത്രമുള്ള ചോദ്യങ്ങൾ പലതുണ്ട് സ്നേഹിതരെ. ചില ചോദ്യങ്ങൾക്ക് പല ഉത്തരങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഉത്തരം ഒന്ന് മാത്രമുള്ള ചോദ്യങ്ങളുണ്ട്. അത് തിരിച്ചറിയണം. ഇപ്പൊ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ തല ചൊറിഞ്ഞോട് നിൽക്കണോ? ആന്റണിയാന്നാ തോന്നുന്നേ? അന്നോ? അല്ല കേട്ടോ, ആയിരുന്നു, ഇപ്പൊ അല്ല. ശ്രീ ഉമ്മൻചാണ്ടി. ഉത്തരം ഒന്നേ ഉള്ളൂ കേട്ടോ. അത് മിസ്റ്റർ ജോർജ് ബുഷ് ചോദിച്ചാലും ഉത്തരം അങ്ങനെ തന്നെയാ കേട്ടോ. ഈ നാട്ടിൻപുറത്ത് ഒരു പാവം പിടിച്ചോ ചോദിച്ചാലും അതേ ഉള്ളൂ ഉത്തരം കേട്ടോ. ആരാ മുഖ്യമന്ത്രി? ശ്രീ ഉമ്മൻചാണ്ടി. ഉത്തരം ഒന്നേ ഉള്ളൂ. അർത്ഥഗോളം മുഴുവൻ പ്രകാശിപ്പിക്കാൻ ദൈവം വെച്ച ഗോളം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം 1000 ഇല്ല കേട്ടോ. ഉത്തരം ഒന്നേ ഉള്ളൂ, സൂര്യൻ. പകൽ വാഴുവാൻ തമ്പുരാൻ വെച്ച ഗോളം ഏതാ? സൂര്യൻ. ഉത്തരം ഒന്നേ ഉള്ളൂ കേട്ടോ. 1000 ഉത്തരവില്ല കേട്ടോ. 100 ഉത്തരവില്ല, 10 ഉത്തരവില്ല, 5 ഉത്തരവില്ല, 2 ഉത്തരവില്ല. ഉത്തരം ഒന്നേ ഉള്ളൂ. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവനുള്ള ഏകസത്യ ദൈവം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ദൈവം, ഇനിയും നമ്മെ രക്ഷിപ്പാനായി വരുന്ന ദൈവം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ശ്രീ യേശു ക്രിസ്തു. ഭാഷ ഏതുമായിക്കൊള്ളട്ടെ, സംസ്കാരം ഏതുമായിക്കൊള്ളട്ടെ, സമൂഹം, സമുദായം ഏതുമായിക്കൊള്ളട്ടെ, ഉത്തരം ഒന്നു മാത്രമുള്ള ചോദ്യങ്ങളുണ്ട്. തിരിച്ചറിയണം. മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ വാതകം ഏതാന്ന് ചോദിച്ചാൽ, കേരളീയരെല്ലാം ഓക്സിജൻ ആശ്വസിക്കുന്നത് ആഫ്രിക്കയിൽ ചെന്ന ഹീലിയമാ ആണോ? അല്ലല്ല, അമേരിക്കയിൽ ചെന്ന കാർബൺ ഡയോക്സൈഡാ എല്ലാരും ശ്വസിക്കുന്നത് ആണോ? സ്നേഹിതരെ, വർഗം ഏതാണെങ്കിലും, വംശം ഏതാണെങ്കിലും കേട്ടോ, ഭാഷ ഏതാണെങ്കിലും, സംസ്കാരം എന്താണെങ്കിലും, മനുഷ്യകുലം ഭൂമിയിൽ എവിടാണെങ്കിലും ജീവിച്ചിരിക്കാൻ ഉപാധിയായി ദൈവം വെച്ച വാതകം ഓക്സിജനാ കേട്ടോ. ഒന്നേ ഉള്ളൂ ഉത്തരം. ഉത്തരം ഒന്നേ ഉള്ളൂ. ഉത്തരം ഒന്നേ ഉള്ളൂ. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഒന്നേ ഉള്ളെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചവരെങ്ങനെ 1000 പേരാകും, 10,000 പേരാകും? ഇല്ല, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിന്റെ നാമമാണ് ശ്രീ യേശു ക്രിസ്തു.
തിരിച്ചറിയണം, നിന്റെ ദൈവത്തെ തിരിച്ചറിയണം, ആ ദൈവത്തിന്റെ നാമം തിരിച്ചറിയണം, ആ നാമത്തിൽ ആശ്രയിക്കുവാൻ കഴിയണം. സ്നേഹിതരെ, അവരുടെ ജടിലമായ ചിന്താഗതികൾക്ക് പുറകെ പോയി ഊഹാപോഹങ്ങളെ ആധാരമാക്കി നിന്റെ ജീവിതം നീ വ്യയം ചെയ്യരുത്, വ്യർത്ഥമാക്കരുത്. സ്വത്രം മായയ്ക്ക് പിന്നെ പോയി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ജീവനായ സത്യമായ യേശുവിനെ വഴിയാ പോരാ. യേശു ആരാ? ജീവന. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലേക്ക് പ്രശസ്തമായ ഒരു ശില്പം, ആ ശില്പം ഉണ്ടാക്കിയ ശില്പി അത് നിമിത്തം പ്രസിദ്ധരായിരിക്കുക. ഇടവെങ്കിൽ നോബൽ സമ്മാനം പോലും ഇദ്ദേഹത്തിന് അത് നിമിത്തം കിട്ടിയെന്ന് കരുതുക. ഏറ്റവും കൂടുതൽ വില ഇതിനെ കിട്ടിയിരിക്കുക ഈ ശില്പത്തിന്. അത്ര മനോഹരമായ ശില്പമായത് കേട്ടോ, പ്രസിദ്ധമായ ശില്പമായത് കേട്ടോ. ഏതായാലും കൊള്ളാം, അതിന്റെ സൂക്ഷിപ്പുകാരൻ അത് കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ കയ്യിൽ നിന്ന് താഴെ പോയി നിലത്ത് വീട് പൊട്ടിപ്പോയി കേട്ടോ. ശ്രദ്ധിക്കണേ, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ശില്പം, പ്രസിദ്ധമായ ശില്പം, അത് നിമിത്തം ശില്പിക്ക് അത് അങ്ങേയറ്റം പ്രസിദ്ധി ലഭിച്ചിരിക്കുക, സമ്മാനങ്ങൾ ലഭിച്ചിരിക്കുക, ഒക്കെ സത്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കൈകാര്യം ചെയ്തവന്റെ കയ്യിൽ നിന്ന് താഴെ വീണത് പൊട്ടിപ്പോയി കേട്ടോ. എന്തേ? ഇവിടുത്തെ നീതിയായ വ്യവസ്ഥിതി ഈ കാവൽക്കാരുടെ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത് താഴെ വീട് പൊട്ടുവാൻ ഇടവരുത്തിയവരെ ഇവിടെ തൂക്കിലേറ്റുവോ? ജീവപര്യന്തം തടവിന് വിധിക്കുവോ? നിർഭാഗ്യവശാൽ കാര്യം നിലത്തുകൂട് പൊട്ടി, കാര്യം ശരിയാ. പക്ഷേ അത് നിമിത്തം ഇവിടെ ആരെ തൂക്കിലേറ്റത്തില്ല കേട്ടോ, ജീവപര്യന്തം തടവിനേൽപ്പിക്കയില്ല. കാര്യം എന്താ? അത് വെറും ശില്പമാ, ശില്പമാ, ശില്പമാ. അതേസമയം ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ കവലയിൽ ഒരു തമിഴ്നാട്ടുകാരൻ വന്ന് താമസമാക്കിയിരിക്കുക. വർഷം 15 കേട്ടോ. 2 കൈയില്ല, 2 കാലില്ല, അങ്ങനത്തെ സ്വന്തമെന്ന് പറയുവാൻ ഇവിടെ ആരുമില്ല കേട്ടോ. ഉപജീവനം ഭിക്ഷാടനമാണ് മാർഗം. ആ മനുഷ്യനെ ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. 2 കൈയില്ല, 2 കാലില്ല, ഒരു ചാക്കെട്ട് പോലെ ഇരിക്കുന്ന കാണാം. അങ്ങേരാത്തിന്ന് മാറുന്നില്ല. അവിടെ ഇരുന്നുകൊണ്ടാണ് സകല പരിപാടിയും. ഏതായാലും കൊള്ളാം, ഭിക്ഷാടനം നടത്തി ആ മനുഷ്യൻ ഇവിടെ കഴിഞ്ഞുകൂടുക. ഒരു ദിവസം രാവിലെ വാർത്ത ഇങ്ങനെ പരന്നു, ഈ മനുഷ്യനെ ആരാണ്ട് കുത്തി കൊന്നിട്ടിരിക്കുന്നു. പുള്ളിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഈ പ്രവേശത്താരുമില്ല. അന്യ നാട്ടുകാരുടെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുക. തന്റെ ജീവിതം തനിക്ക് തന്നെ അസഹ്യമായിരുന്നു. എന്തേ നമ്മൾ പറയുമ്പോ ആള് രക്ഷപ്പെട്ടല്ലോ. കുത്തിക്കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി പറയുമ്പോ ഇനി മറവ് ചെയ്താൽ മതിയല്ലോ. ഇല്ല, ഇല്ല കേട്ടോ. തമിഴ്നാട്ടുകാരനാ, കൈയും കാലുമില്ല, സ്വന്തമെന്ന് പറയുവാൻ ഇവിടെ ആരുമില്ല, അദ്ദേഹത്തിന്റെ ആശ്രിതരാരുമില്ല, ഉത്തരവാദികൾ ആരുമില്ല, ഒക്കെ ശരിയാ. പക്ഷേ ഈ മനുഷ്യൻ നിഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി ചലിച്ചു തുടങ്ങും. കാര്യമല്ല, അതൊരു ശില്പമല്ല, മരിച്ചു കിടക്കുന്നത് ജീവനുള്ള വ്യക്തിയാണ്. കുറ്റക്കാരനെ കണ്ടുപിടിക്കത്തക്കവണ്ണം നിയമവ്യവസ്ഥിതി ചലിച്ചു തുടങ്ങും. കുറ്റക്കാരനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ജീവപര്യന്തം തടവിനോ വേണ തൂക്കിക്കൊലക്കോ പോലും വിധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം തുടർന്ന് സംജാതമാകും. കാര്യമെന്താ? ശില്പമല്ല, വ്യക്തിയാ, ജീവനുള്ള വ്യക്തിയാ ഇവിടെ മരിച്ചത്, കൊല്ലപ്പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു സങ്കല്പമല്ല, യേശു ബിംബമല്ല, യേശു പ്രതീകമല്ല, യേശു വിഗ്രഹമല്ല. എന്റെ യേശു ജീവനുള്ള ദൈവം. സ്തോത്രം. ലോകത്തിൽ മനുഷ്യർ ഇഷ്ടം പോലെ സങ്കല്പങ്ങളിൽ ആശ്രയിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഇങ്ങനെ വായിച്ചു, ഇവിടെ